അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ദീനിയായ ഇൽമ് പഠിക്കുക എന്ന നല്ല നിയ്യത്തോടുകൂടെ ഇത് ശ്രദ്ധിക്കുക. അള്ളാഹു ജീവിതത്തിൽ ഐശ്വര്യം നൽകുമാറാവട്ടെ, സന്തോഷവും സമൃദ്ധിയും നൽകുമാറാവട്ടെ. ദുആ 5 വിധമുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോയുടെ കമന്റിലൂടെയും മറ്റും ഒക്കെ. അവർക്കെല്ലാം അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ. ദുആ മഖ്ബൂൽ, സ്വീകരിക്കപ്പെടുന്ന ദുആ 5 നിലക്കുള്ള ദുആ ഉണ്ട്. ഒന്ന് ദുആ മർദൂദ്, സ്വീകരിക്കപ്പെടാത്ത ദുആ, അങ്ങനെ 6ാമത്തെ. അങ്ങനെ ടോട്ടൽ 6 ടൈപ്പ് ഓഫ് ദുആകൾ ഉണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഒരു മുഅ്മിനിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൂടിയാണ്. പ്രാർത്ഥന ഒഴിവാക്കിയിട്ട് ഒരു ജീവിതം ഇമാജിൻ ചെയ്യാൻ നമുക്കാർക്കും പറ്റില്ല. അപ്പം അതുകൊണ്ട് ദുആ നമ്മളുടെ പാർട്ട് ഓഫ് ലൈഫാണ്. അപ്പോൾ അതിൻ്റെ ഇജാബത്ത്, അതിൻ്റെ ഉത്തരം എങ്ങനെ എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിലൊന്ന് വളരെ സിമ്പിൾ, നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ ദ്വാരക്കുക, അത് തന്നെ നമ്മൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ലഭിക്കുക എന്നുള്ളതാണ്. പക്ഷെ പല ആളുകളും മനസ്സിലാക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ദുആന്റെ ഉത്തരം. അങ്ങനെയല്ല, വേറെ രീതിയിലുള്ള ഉത്തരങ്ങളും ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് പൂർണ്ണമാവുക. അപ്പൊ ഇതൊന്ന്. രണ്ടാമത്തത്, ചോദിച്ചത് തന്നെ കിട്ടും, പക്ഷെ കുറെ കഴിഞ്ഞിട്ട് കിട്ടും. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പൊ 2ആയി. മൂന്നാമത്തെ ടൈപ്പ്, ചോദിച്ചത് അപ്പോഴും കിട്ടുന്നില്ല, കുറെ കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല, പക്ഷെ അതിന് പകരം വേറെ സമൃദ്ധി, വേറെ ഐശ്വര്യം, വേറെ നിയമത്ത് അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതിന് കാരണമായത് ഈ ദുആ ആണ്. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് 3 ആയി. 4ാമത്തത്, ഇതൊന്നും ഉണ്ടാവുന്നില്ല, പക്ഷെ അവന് വരാനിരുന്ന എന്തോ ആപത്ത് ഈ ദുആ കാരണമായിട്ട് തട്ടിപ്പോകുന്നു. ഇങ്ങനെയുള്ള ദുആ ഉണ്ട്. അപ്പൊ 4 ടൈപ്പായി. ഈ 4ഉം ഉത്തരം കിട്ടുന്ന ദുആ തന്നെയല്ല. അയാൾക്ക് ഉത്തരം കിട്ടിയല്ലോ, പക്ഷെ അയാൾ ചോദിച്ച പോലെ അല്ല പലതിലും കിട്ടിയത്, പക്ഷെ അയാൾക്ക് ആ ദുആന്റെ ഫലം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ 4 ടൈപ്പായി. ഇന്നല്ലാഹ യുജീബു ദുആ ലാ കമാ യുരീദു ദാഇ ബൽ കമാ യുരീദുല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ പ്രാർത്ഥനക്ക് ഉത്തരം എന്ന് പറയുന്നത് നീ വിചാരിക്കും പോലെയല്ല. പ്രാർത്ഥിക്കുന്നവൻ വിചാരിക്കും പോലെ തന്നെ ആവണം എന്നില്ല. അത് അള്ളാഹു വിചാരിക്കും പോലെയാണ്. അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിൽ പ്രവർത്തിക്കും. അപ്പോ അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ. ഈ ഒരു വിശ്വാസം മുഅ്മിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് നിലക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാലും അത് അവന് കൂടുതൽ ആപ്റ്റായിരിക്കും, കൂടുതൽ അവന് അനുയോജ്യമായത് അതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ 4 ടൈപ്പ് ഓഫ് ദുആ ആയി. 5ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നിലക്കും, ഈ പറഞ്ഞ ഒരു നിലക്കുള്ള ഉത്തരവും അയാൾക്ക് ഉണ്ടാകുന്നില്ല, പക്ഷെ അയാൾക്ക് മരിച്ചു പോയിട്ടാകുമ്പോൾ ഈ ദുആന്റെ ഒക്കെ സവാബ് കിട്ടുന്നു, പ്രതിഫലം കിട്ടുന്നു. കാരണം ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അപ്പൊ അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടുന്നു. അപ്പൊ ഈ 5 ടൈപ്പ് ഓഫ് ദുആഉം മഖ്ബൂലാണ്, ദുആ സ്വീകരിക്കപ്പെട്ടു എന്ന് പറയാലോ. 6ാമത്തെ ടൈപ്പാണ് ദുആ മർദൂദ് എന്ന് പറയുന്നത്. ഇത് സ്വീകരിക്കപ്പെടാത്ത ദുആ ആണ്. ഈ നിലയിലുള്ള ഈ ഗണത്തിലൊന്നും അത് പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ദുആ സ്വീകരിക്കപ്പെടാൻ എന്ത് ചെയ്യണം, ദുആ എന്തുകൊണ്ട് മർദൂദാകുന്നു എന്നുള്ളത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഹലാലായ ഭക്ഷണം കഴിക്കുക, ഹലാലായ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ദുആ സ്വീകരിക്കപ്പെടാൻ കാരണമാണ്. അതേപോലെ കുറ്റം ചോദിച്ചിട്ട് ദുആ ചെയ്യാൻ പാടില്ല. ഒരു കുറ്റം ചെയ്യാൻ വേണ്ടി ഉദക്കമുണ്ടാകണേ എന്നുള്ള നിലക്ക് ദുആ ചെയ്യാൻ പാടില്ല. അതേപോലെ കുടുംബ ബന്ധം മുറിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പാടില്ല. ആരെങ്കിലും ശപിച്ചിട്ടോ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും പാടില്ല. അപ്പൊ കുറ്റകരമായ പ്രാർത്ഥനകളൊന്നും പാടില്ല എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ ചോദിക്കുക, ഹലാലായ മുറാദുകൾ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ അത് അങ്ങനെ വരുന്നതാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ മാത്രം ചോദിക്കുക, നല്ല നിലക്ക് ചോദിക്കുക, കഴിക്കുന്ന ഭക്ഷണം ഹലാലാവാൻ ശ്രദ്ധിക്കുക, ധരിക്കുന്ന വസ്ത്രം ഹലാലാവാൻ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ദുആന്റെ ആദാബിൽപ്പെട്ടതാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ എല്ലാ ദുആവും സ്വീകരിക്കപ്പെടുന്നത് തന്നെയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. അള്ളാഹു എല്ലാ നന്മകൾക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അപ്പൊ കുറ്റം ചോദിച്ചിട്ട് ആരെങ്കിലും ദുആ ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് പല ആളുകളും കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ഈ അടുത്ത് ഒരു സഹോദരൻ അവരുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ അയാളുടെ ഭാര്യക്കെതിരെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ദുആ വേണം എന്നൊക്കെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാനത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി, ഉപദേശിച്ച് മനസ്സിലാക്കി, ഒരുപാട് സമയമെടുത്തു അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല നമ്മൾക്ക്. അപ്പൊ ചില ആളുകൾ അങ്ങനെ കുറ്റകരമായ ബന്ധം മുറിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അപ്പൊ അങ്ങനെയൊക്കെ അന്വേഷിക്കും. അതുകൊണ്ട് അത് പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ നന്മ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തുന്നതിന് വേണ്ടി പരമാവധി കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അള്ളാഹു എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.